ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്ന നടിയിലാട്ടോ. നടിയിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പച്ചക്കറിയാണല്ലേ നട്ടത്, കിഴങ്ങ് വർഗ്ഗമൊക്കെ. ഇന്നലെ ഞാൻ തക്കാളിയല്ല ഞാൻ ഇന്നലെ നട്ടത് മധുരക്കിഴങ്ങിൻ്റെ വള്ളി കിട്ടി. എന്തൊരു അത്ഭുതമല്ലേ! ഞാനത് നിങ്ങളെ കാണിച്ചു തന്നെന്താ അറിയോ, എൻ്റെ പ്രിയപ്പെട്ടവർ നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമുക്ക് വള്ളിയും തേടി നടക്കാനൊന്നും ആവൂല. അപ്പം പിന്നെ കടയിൽ നിന്ന് ഒരു മധുരക്കിഴങ്ങ് വാങ്ങിയാൽ മതി. അത് ഞാൻ കാണിച്ചു തന്നതാട്ടോ. പിന്നെ ഇന്ന് ഞാൻ നടുന്നത് പച്ചക്കറി ഒന്നുമല്ല, പൂച്ചെടിയാണ്. പൂച്ചെടി നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ വീടിനൊരഴക, ഒരു വല്ലാത്തൊരു ഭംഗിയാണ് വീടിന്. നമുക്കാണ് ഒരു പോസിറ്റീവ് എനർജിയാണ്. പണിയെല്ലാം എടുത്ത് തളർന്നൊന്ന് മുറ്റത്തിറങ്ങി മുറ്റൊക്കെ അടിച്ചു വരുക, പൂക്കളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചാലൊക്കെ നമുക്ക് തന്നെ ഉണ്ടാവും ഒരു മാനസിക ഉല്ലാസവും ഒരു പോസിറ്റീവ് എനർജിയും, മനസ്സിനൊരു സമാധാനവും ശാന്തിയും ഒക്കെ അങ്ങ് വരും. അന്നേരം തന്നെ നമുക്ക് ആ ദിവസം തന്നെ നന്നായിരിക്കും. നോക്ക് ഇതിൻ്റെയൊക്കെ ഒരു കളറ്, ഇതിൻ്റെയൊക്കെ ഒരു കളറ് കണ്ടാൽ ഞാൻ തന്നെ ഇങ്ങനെ ഞാൻ തന്നെ എൻ്റെ പൂക്കളെ കണ്ടെത്തിക്കൂട്ടോ. ഞാൻ തന്നെ ചെയ്യും അങ്ങനത്തെ ഓരോ പണി എൻ്റെ അടുത്തുണ്ട്. ഇതാ അല്ല, പല വർണ്ണങ്ങളിലുള്ള. ഇന്ന് ഞാൻ നടുന്നത് ഈ പൂക്കളൊന്നുമല്ല. ഇന്ന് നടുന്നത് ഞാൻ കാണിച്ചു തരാം എന്താന്നുള്ളത് കേട്ടോ. ഇന്ന് ഞാൻ നടാൻ പോകുന്ന പൂച്ചെടി ഏതാണെന്നറിയോ? ദാ കണ്ടില്ലേ, ഇത് കുറ്റിച്ചെടിയാ. നന്നായി കുറ്റിച്ചെടിയാലും ഇത് നമ്മളെ ഞെട്ടിക്കുന്ന ഫ്ലവർ തരുന്ന ചെടിയത് കേട്ടോ. ഇത് പല കളറിലും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പുള്ളില്ല ഉണ്ട്, മഞ്ഞണ്ട്, ചുവപ്പുണ്ട്, അങ്ങനെ പല കളറിലും ഉണ്ട്. ഇതിൻ്റെ പേര് മേരി ഗോൾഡ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇത് നമ്മൾ കുറ്റിച്ചെടിയായിട്ട് നടുന്നു. ഞാൻ ഇന്നൊരു വെറൈറ്റി മോഡലാണ് ഇത് ഞാൻ നടാൻ പോകുന്നത്. ഇങ്ങനെ നമ്മളൊരു ചട്ടി നട്ടാൽ കുറച്ചല്ലേ കാണുള്ളൂ. എന്നാൽ കൂടുതലായിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന, കണ്ണ് നിറക്കുന്ന പൂക്കൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് നടുന്നത്, ഏതിലാണ് നടുന്നതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. കണ്ട് എന്തൊരു ഭംഗിയാലേ ഇത് കാണാൻ. ഞാൻ ഈ പൂച്ചെടി നടത്ത് സാധാരണ ഞാൻ നടുന്നത് സിമെൻറ്റ് ചാക്കിലൊക്കെ. എൻ്റെ ചില്ലിക്കാശ് മുടക്കില്ലാത്ത സംഭവങ്ങളാണല്ലോ മൊത്തം. അപ്പോൾ പൂച്ചെടിയൊക്കെ സിമെൻറ്റ് ചാക്ക് നട്ടാൽ എങ്ങനെ ബോറല്ലേ, എല്ലാവരും ചീത്ത അറിയൂ. ഈ മുറ്റത്തൊക്കെ സിമെൻറ്റ് ചാക്ക് കൊണ്ടുപോയി വെച്ചെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് എനിക്ക് വാങ്ങി തന്നിട്ടോ. വാങ്ങി തന്ന നല്ലൊരു പോട്ട്. എന്തൊരു ഭംഗി, അതിൻ്റെ ഡിസൈനൊക്കെ ഉണ്ട്. അവിടെ വന്ന് നമ്മളെ കണ്ടത് പൂച്ചെടി നടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ നടുന്ന ഇതിൻ്റെ ഒരു വെറൈറ്റി മോഡലാക്കിയ ഒരു നെറ്റും ഉണ്ട്. ഈ നെറ്റ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിലും മറ്റേതിൽ രണ്ടും കൂടി ഇങ്ങ് നട്ടാൽ നമ്മളെ മേരി ഗോൾഡ് ഒരു രാജാവായിട്ട് വളരും. അപ്പം നെറ്റ് ഇങ്ങനെ പിടിക്കുക. ഇതാ ഇങ്ങനെ അങ്ങ് പിടിച്ച് കെട്ടിക്കളിയുക. ഈ നെറ്റും കീറുന്ന കിട്ടിയാൽ അറിയാം നിങ്ങൾക്ക്. ഈ നെറ്റ് ഞങ്ങളെ ജനൽമേൽ വല്ലാണ്ട് പൂച്ച കയറിക്കളിയാ, പൂച്ച എലിയൊക്കെ. അപ്പം എന്തിനൊരു പരിഹാരം കണ്ടതിന്. അപ്പം ഞങ്ങൾ ഈ നെറ്റ് വാങ്ങിയിട്ട് ഇത് പ്ലാസ്റ്റിക്കാണ്. നെറ്റ് വാങ്ങി കെട്ടിയിട്ട് എലിക്ക് പരിഹാരമായില്ല. എലി ഇത് പൊട്ടിച്ചെളിയുക. അപ്പം പിന്നെ അതിനോട് കാര്യമില്ല, നമ്മൾ ഇരുമ്പിൻ്റെ എണ്ണ വേണം. അപ്പം അതങ്ങ് കളഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ എന്തിനാണ് എടുക്കുന്നതെന്നുള്ളത്. അങ്ങനെ ഞാൻ ഇതിൽ പൂച്ചെടി നടാൻ പോകാതാ. ഇങ്ങനെ അങ്ങ് വെക്കും പൂച്ചെടി. എങ്ങനെ ഉണ്ട് ഐഡിയ? അടിപൊളിയായിട്ട് ഇവിടെ ഒക്കെ അങ്ങ് നടക്കും, ഇതിൽ നടക്കും, ചുറ്റും നടക്കും. നമുക്ക് കാണിക്കാം കേട്ടോ, ഞാനെല്ലാം കാണിക്കാം. അങ്ങനെ ഞാൻ ആ നെറ്റ് അങ്ങോട്ട് കെട്ടി. ഈ ഒരു പൈപ്പ് PVC പൈപ്പ് വണ്ണുള്ളയില്ലേ, അതിൻ്റെയൊക്കെ ഒരു വലുപ്പത്തിൽ ഇതാ ഇങ്ങനെ വെച്ച്. ഇനി ഇതിൽ ഞാൻ പോട്ടി മിക്സ് നിറക്കും, ഇതിലും നിറക്കും, എന്നിട്ട് ഇങ്ങനെ ഇറക്കി വെക്കും. അങ്ങനെ ആയിട്ട് നിറയെ നമുക്ക് ചെടി നടാലോ. എങ്ങനെയുണ്ട് ഐഡിയ? സൂപ്പറല്ലേ? എനിക്കിങ്ങനെ ഓരോ ഐഡിയ ഇങ്ങനെ വരും. എനിക്ക് ഈ മേരി ഗോൾഡ് നിറയെ ഉണ്ടാവാൻ എനിക്ക് ഭയങ്കര കൊതി. ഇഷ്ടംപോലെ തൈ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാനങ്ങനെ നടാൻ പോട്ടെ, തുടങ്ങുക. ഇതിവിടെ നിൽക്കട്ടെ, ഈ ചെടിയൊക്കെ എടുത്ത് മാറ്റട്ടെ, കാരണം നമുക്കൊരു ബുദ്ധിമുട്ട്. പൂക്കൾ ഇതൊന്നും എനിക്ക് മാറ്റാൻ തോന്നുകയല്ല. എന്താ ഡേസി ഇഷ്ടം പോലെ എൻ്റെ അടുത്തുണ്ട്. ഫസ്റ്റിൽ ഞാൻ നമ്മളെ ചകിരി ഇട്ടില്ലെങ്കിൽ മണ്ണ് കുത്തിയൊലിച്ച് പോവും, പോട്ടി മിക്സ് കുത്തിയൊലിച്ച് പോവും. പിന്നെ കുത്തിയൊലിച്ച് പോകുമ്പോൾ ഹോൾസ് അടഞ്ഞു പോവും. അതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മളെ ചകിരി, ബെഡ് ചകിരി. അതെപ്പോഴും പറയും, ചിരിക്കാൻ കുറേ ആൾക്കാരുണ്ട്. എനിക്കും ചിരി തന്നെ സംഭവം. അങ്ങനെ ഈർപ്പം നിലനിർത്തും. അങ്ങനെ കുറേ ഗുണങ്ങൾ ചകിരി കൊണ്ടുണ്ട്. ഞാൻ ചകിരി വെച്ചു കേട്ടോ. ഇനി അതിൻ്റെ മേലെ ഞാൻ പോട്ടി മിക്സ് നിറക്കട്ടെ കേട്ടോ. എൻ്റെ പോട്ടി മിക്സ് എന്താ അറിയോ? എൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ വാഴത്തട നുറുക്കിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഇത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, പറഞ്ഞിട്ട് കാര്യമല്ല, കളറും മാറിയില്ല. ഈ വാഴത്തട ഇട്ടുള്ള ഗുണം എന്താ പറയുക, നല്ലൊരു ചെടികൾക്ക് നല്ല വളം കിട്ടുന്ന ഒന്ന് സംഭവമാണ്. അത് മാത്രമല്ല ഈർപ്പം നിലനിൽക്കും, സ്പോഞ്ച് പോലെ വെള്ളം കുടിച്ചടന്ന് നിൽക്കും. നല്ല ഓവറും ഇല്ല കുറവുമില്ല, അങ്ങനെ നിൽക്കും. അപ്പോൾ
വാഴത്തടയിൽ നനച്ചും കൂടി കഴിഞ്ഞ് ചെടി അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ വേരോട്ടം കിട്ടും നന്നായിട്ട്. അപ്പം ചെടികൾക്ക് AC കിടന്നുറങ്ങും പോലെ ഉറങ്ങുക. അത്രക്കും സൂപ്പറിൽ ഇത് വളരുകയും ചെയ്യും. അപ്പം ഞാൻ വാഴത്തട ഇട്ടാൽ കുറച്ച് മണ്ണിടണം. ഇതാ കുറച്ച് മണ്ണിടുക കേട്ടോ. ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട്. ഈ വാഴത്തടയൊക്കെ വേഗം കമ്പോസ്റ്റാക്കി മാറ്റും. വേഗം കമ്പോസ്റ്റാക്കി മാറ്റിയാൽ വളമായി കിട്ടുകയാണല്ലോ ഇതിന്. നമ്മൾ നിറയെ മണ്ണ് മാത്രമാണെങ്കിൽ മണ്ണ് പാറ പോലെ ഉറച്ചു പോകും. പാറ പോലെ ഉറച്ചാൽ വേരോട്ടം കിട്ടൂല. വേരോട്ടം കിട്ടിയില്ലെങ്കിൽ ചെടി ഉഷാറാവൂല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാഴത്തടയോ കരിയിലയോ ഇട്ട് നിറക്കണം. എന്നാലേ മണ്ണ് സോഫ്റ്റ് ആവുള്ളൂ, വേരിന് ഓടാൻ കഴിയുള്ളൂ. അത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്ത് ഞാൻ വീണ്ടും വാഴത്തട ഇട്ടോ. വീണ്ടും വാഴത്തട. ഇതൊക്കെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും. അതിനുള്ള നനവും മണ്ണും ചേർന്നാലേ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും. ഞാൻ ഇതിട്ടില്ല, ഗ്ലൗസ് ഇട്ടില്ല. കാരണം വാഴത്തട മണ്ണ് വാരുമ്പോൾ ഒക്കെ ഗ്ലൗസ് ഇട്ടിരുന്നു. പണിയെടുക്കുമ്പോൾ എനിക്ക് പച്ചക്കൈയാണ് ഇഷ്ടം. അതാട്ടോ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത്, ഗ്ലൗസ് ഇടണേ. നിങ്ങൾ തോട്ടത്തിൽ പോയിട്ട് കരിയിലൊക്കെ വാരുമ്പോൾ ഗ്ലൗസ് ഇടണേ. വീണ്ടും വീണ്ടും പറയുക. എന്നെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാർ നമ്മളെ കുടുംബത്തിലുണ്ട്, യൂട്യൂബ് കുടുംബത്തിൽ. ഇതിൽ വന്നതോടുകൂടി എനിക്ക് എത്ര പ്രിയപ്പെട്ടവരെ കിട്ടി. ചെന്നൈയിൽ നിന്ന് ജയന്തി എൻ്റേത് കണ്ട് ടെറസിൻ്റെ മേലെ കുറേ തക്കാളി നട്ടു. തക്കാളി ഫുള്ളുണ്ടായതുമില്ല, ഉണ്ടായ തക്കാളി കരിഞ്ഞും പോയി പോലും. എനിക്ക് സങ്കടമുണ്ട് ജയന്തി. അതെന്താ വേണ്ടത്ര വെള്ളം ചേർത്തില്ലേ? ഇങ്ങനെയുള്ള വാഴത്തടയൊന്നും കിട്ടാനുണ്ടാവൂല അല്ലേ? കരിയിലൊന്നും അതുണ്ടെങ്കിൽ നല്ലോണം നിൽക്കും, വെള്ളം നിൽക്കും, വളം കിട്ടും, വളവും വെള്ളവും എല്ലാം കിട്ടും, ഉഷാറുണ്ടാവുമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. ഞാൻ പൈസ കൊടുത്ത് ഒരു 5 പൈസ കൊടുത്ത് ഞാനൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് മണ്ണിട്ട് ഇനിയാണ് നമ്മളെ അടുത്ത പരിപാടി. ഇതാണ് നമ്മുടെ താരം എന്ന് പറയുക. ഇത് ഞാനിങ്ങനെ ഇറക്കി വെച്ച് ഇതിലും പോട്ടി മിക്സ് ഇടും, ഈ സൈഡിലൊക്കെ പോട്ടി മിക്സ് ഇടും. അപ്പോൾ ഇവിടെ എനിക്ക് ഇങ്ങനെ ചെടി നടാം. ചെടീൻ്റെ വേര് ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ താഴോട്ട് ഇറങ്ങിക്കോളും, പേടിക്കാനില്ല, വനൊക്കെ ഇറങ്ങിക്കോളും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ നിറയെ നടുക്കും, ഇതിനെ മേലെയും നടും. അങ്ങനെ സൂപ്പറായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ നല്ല മേരി ഗോൾഡിൻ്റെ ഒരു ലോകം അടിപൊളിയാവും. എനിക്കുണ്ടാവും, ഞാൻ ഉറപ്പ് തരുന്നുണ്ടാവും എന്നുള്ളത്. കാരണം മേരി ഗോൾഡിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്, വേഗം പൂവിടും. പിന്നെ ഞാൻ ഇതിലേക്ക് പോട്ടി മിക്സ് നിറക്കട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ താരത്തെ ഇങ്ങോട്ട് ഇറക്കി വെച്ച് നെറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു പൈപ്പ് അങ്ങോട്ട് ഉണ്ടാക്കി. അങ്ങനെ ഇറക്കി വെച്ചിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിറയെ പോട്ടി മിക്സ് ഇട്ടതാ. പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇത് പിന്നെ വാഴത്തടയും ഉണ്ട്, കുറച്ച് പഴത്തോടൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ. അത് നിൽക്കാൻ വേണ്ടിയിട്ട് ഉറപ്പിലവിടെ നിൽക്കാൻ. ഇനി ഇതൊന്നും ആവൂല. ഞാൻ കുറച്ച് മണ്ണിടട്ടെ കേട്ടോ. മണ്ണ് പോണൊക്കെ പോട്ടെ, എന്നിട്ട് നമുക്ക് ചെടി നടാം. ഉറച്ച് നിൽക്കാനാ. ഒന്ന് പുൽക്കൊക്കെ ഉണ്ടിട്ടോ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ എല്ലായിടത്തും എത്തട്ടെ അല്ലേ. അടുത്തത് സീമക്കൊന്ന ഇട്ടാൽ ചാണകത്തിനെ വരെ തോൽപ്പിക്കും. അക്കോലത്തിലുള്ള നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടിയതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പച്ചിലയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചിലയോണ്ട് ഞാൻ മരുന്ന് വളം ഉണ്ടാക്കിയത് കണ്ടല്ലോ, അത് ഭയങ്കര സ്മെല്ലാണ് സംഭവം. സ്മെല്ല് കുറച്ച് സഹിച്ചാലെന്താ, നല്ല നൈട്രജൻ കണ്ടൻറ്റ് വളം, നന്നായിട്ട് പൂക്കളും പച്ചക്കറികളും ഉണ്ടാവൂലേ. ഞാനിങ്ങനെയൊക്കെയാ കേട്ടോ. ഇത് വേരിമെന്ന് പിന്നെ പൊട്ടിച്ചെടുക്കുന്നതാണ്. ഇത് ഒന്നും പൊട്ടിച്ചാൽ അതിൻ്റെ ചുറ്റും ഒരു 8-10 എണ്ണം ഉണ്ടാവും. അപ്പം നമുക്ക് സൂപ്പറായിട്ട് വീണ്ടും പൊട്ടിക്കുക. ഇളമ നല്ലതാണല്ലോ, ഇളം തളിര്. ഞാൻ ഒന്ന് അമർത്തട്ടെ കേട്ടോ, കൂട്ടി അമർത്തട്ടെ. ഇത് എല്ലാം ഒന്ന് ലയിച്ച് ചേർന്നാൽ പിന്നെ ഒന്നും വീഴൂല. ഇത്രയായി. ഇനി ഞാൻ നടാൻ നോക്കട്ടെ. ഇതിൽ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ നടുന്ന ഇവിടെയൊക്കെ നട്ട് കാണിച്ചു തരാം കേട്ടോ. അവിടെയൊക്കെ അടിപൊളിയല്ലേ സംഭവം. അപ്പോൾ നമുക്ക് നെറ്റും വാഴത്തടി ഉണ്ടെങ്കിൽ റോക്കറ്റ് സ്പീഡ് തന്നെ, അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെ എന്നെ കളിയൊക്കെ എല്ലാവരും. ഇനി നടാൻ പോകും. നടുന്നതിൻ്റെ മുമ്പ് ഞാൻ അത് ഫുള്ളാക്കിക്കാട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ആ പണി എടുക്കണ്ടല്ലോ.
പോട്ടി മിക്സ് അങ്ങ് നിറച്ചാൽ ചീമൊക്കെ ഒന്ന് ഇട്ട് അടിയിൽ ഇതൊക്കെ ഞാൻ താഴെ വെക്കും. ഇപ്പം ഞാൻ പണി കുനിയാനാവൂല, നന്നായിട്ട് പണിയെടുക്കൂ, കുനിഞ്ഞ് പണിയെടുക്കൂല അധിക നേരം. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റൂളും അല്ലെങ്കിൽ മേശപ്പുറത്ത് മേലെ കയറ്റി വെക്കുന്നത്. താഴെ വെച്ചിട്ട് അടിപൊളി നല്ല രസം ഉണ്ടാവൂലേ. ഇങ്ങനെ തന്നെ നമുക്ക് ബാൾസം നടാം, ഡെയ്സി നടാം. ഡെയ്സി ഞാൻ കുറേ തൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡെയ്സി ഞാൻ പൈപ്പിലാണ് വിചാരിച്ച്. ഇതിൻ്റെ അടുത്ത് കുറേ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ എലിനെ പേടിച്ചിട്ട് വാങ്ങിയതായിരുന്നു. ഇപ്പോൾ എലി ഞങ്ങളെ തോൽപ്പിച്ചു. ഞാൻ നോക്കുമ്പോണ്ട് കുറേ ഹോൾസ്, ഇതിൽ വലിയ വലിയ ഹോൾസ്. അപ്പം ഞാൻ മനസ്സിലാക്കി നമ്മളെ ഈ ബുദ്ധിയൊന്നും നടക്കൂല. പിന്നെ ഞാൻ വെറുതെ പാഴായി പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യട്ടെ എന്നുള്ളത്. ഇതിനും പൈസ കൊടുക്കണ്ടേ അല്ലേ. എൻ്റെ പിന്നെ എങ്ങനെയൊക്കെ ഒരു ചില്ലിക്കാശ് മുടക്കാതെ മുടക്കുകയും ചെയ്യരുത്, നന്നായിട്ട് ഉണ്ടായും ചെയ്യണം. അങ്ങനെയൊക്കെ ഞാൻ പരീക്ഷണം നടത്തൽ. അങ്ങനെ പരീക്ഷണം വിജയിക്കലുണ്ട് കേട്ടോ. എൻ്റെ മെലസ്റ്റോമ വിജയിച്ചു. ഇനി ഞാൻ അടുത്ത പരീക്ഷണം ബോഗൺ വില്ലൻ്റെ തളിരൊന്ന് നട്ട് നോക്കണം. എനിക്ക് ഞാനത് ചെയ്യുന്നുണ്ട്. ഇതുവരെ നമ്മൾ ഇതല്ലേ എങ്ങനെയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ലിക്വിഡിലൊക്കെ കുത്തിയിട്ടാണല്ലോ അലോവേരയിലൊക്കെ. അല്ലാണ്ട് ഞാൻ മണ്ണിൽ തളിരൊന്ന് കുത്തി നോക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് വിജയിച്ചാലേ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇനി ഞാൻ അതിൻ്റെ മേലെ മണ്ണിടട്ടെ കേട്ടോ. ഈ പോട്ടി മിക്സ് ഈ നറുക്കുന്നു നിങ്ങളെ ഞാൻ ഇങ്ങനെ കാണിക്കുന്ന എന്താ പറയുക, സമയം കുറച്ചായാലും ശരി നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാമല്ലോ. വീട്ടിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ഇതൊക്കെ പാഴ്വസ്തു തന്നെ പറയാം. എൻ്റെ പാഴ്വസ്തു തന്നെയാണ്. ഞാൻ പൊന്നാങ്കണ്ണി നട്ടത് മഴവെള്ള പാത്തിയില്ലേ, ആ പാത്തി ഒഴിവായി. കുറേ തോട്ടത്തിൽ കുറേ എന്ത് ചെയ്യണമെന്ന് തല പോയി ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടി ഇതിൽ പൊന്നാങ്കണ്ണി നടാൻ. അങ്ങനെ അത് വിജയിച്ചു. ഇഷ്ടംപോലെ പൊന്നാങ്കണ്ണി വിളവെടുത്തു ഞാൻ. ഫസ്റ്റിലൊന്ന് നനച്ചാട്ട് കേട്ടോ, എന്നാലേ നമുക്ക് നടാനൊരു കുയ്യ ആക്കാൻ കഴിയുള്ളൂ. ഒരു നനവാൻ കൊടുത്താൽ ഇതിൻ്റെ ഇടയിലൊന്നും ഇപ്പം നിങ്ങൾ മണ്ണ് കാണുന്നില്ലല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം കളറ് മാറിയിട്ട് മണ്ണിൻ്റെ കളറായിട്ടുണ്ടാവും. ഒക്കെ ഞാൻ ചെയ്ത് പരീക്ഷണം നടത്തി വിജയിച്ചതാണ്. ഇതല്ല കേട്ടോ, വേറെ കുറേ ഇത് ഇനിയാണ് നടാൻ പോകുന്നത്. ഇതാ കണ്ടോ എൻ്റെ മേരിഗോൾഡ്. എൻ്റെ മേരിഗോൾഡ് എത്രയാ. ഫസ്റ്റ് തന്നെ ഞാൻ മേൽഭാഗത്ത് നടട്ടെ കേട്ടോ. ഇതിൻ്റെ മേലെ നടട്ടെ. ഇതാ അതിൽ നിറയെ വിത്തുണ്ട് കേട്ടോ. ഇതൊക്കെ വിത്തും അങ്ങ് പാകി കൊടുക്കുക. വിത്ത് അവിടെ നിന്നോട്ടെ, മുളച്ച് കഴിഞ്ഞിട്ട് നിറച്ചങ്ങ് ഉണ്ടായിക്കോട്ടെ. അതിനെന്താ നമുക്ക് ഇതവിടെ ഒക്കെ അങ്ങ് നട്ട് ഇതാക്കാമല്ലോ. ഞാൻ മണ്ണ് കുറച്ച് ഇട്ടിട്ട് കൊടുക്കാം. നടട്ടെ, ഇനി നടട്ടെ. ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടിപൊളിയായി ഉണ്ടാവട്ടെ. മേരിഗോൾഡിൻ്റെ ഒരു ലോകം തന്നെ നമുക്ക് സൃഷ്ടിക്കാം. ഇത് ഞാൻ കുറച്ച് കട്ടങ്ങ് ചെയ്യും കേട്ടോ. ഇത് കട്ട് ചെയ്താലുള്ള ഗുണം എന്താ പറയുക, എപ്പോൾ ഞങ്ങൾ പൂക്കൾ കണ്ടിട്ട് കട്ട് ചെയ്യാണ്ട് സങ്കടപ്പെട്ട് നിൽക്കണ്ട. ഇത് കട്ട് ചെയ്ത 3 പൂക്കളെ പകരം 30 പൂക്കൾ ഇങ്ങോട്ട് ഉണ്ടാവും ചുറ്റും. ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ കണ്ടാൽ മതി. അതിലൊക്കെ നിറയെ വിത്താ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇത് കിട്ടിയാൽ മതി, അവരുണ്ടാക്കിക്കൂടി. എങ്ങനെ എത്തിച്ചു തരാൻ എന്നോട് ആരും പറയരുതേ. ഏതെന്നറിയോ, കൊറിയർ അയച്ചു തരാൻ. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ. ഇവിടെ വരുന്നവർക്കൊക്കെ ഞാൻ വേണോന്ന് വെച്ച് കൊടുക്കും. ഇതാ പിന്നെ ഇതില്ലേ ഈ സംഭവം, ഇത് ഇങ്ങനെ കുറ്റിച്ചെടിയായിട്ട് താഴോട്ട് ഇങ്ങനെ തൂങ്ങിയാൽ നിൽക്കൽ കേട്ടോ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നട്ടെന്ന് വിചാരിച്ച് ഇവിടെ നട്ടാലും ഇവർ ബുദ്ധിമുട്ടാക്കൂല. അത് ഞാൻ പറഞ്ഞുതരാം. താഴോട്ട് തൂങ്ങിയാൽ നിൽക്കൽ. അങ്ങനെ അങ്ങ് നട്ടു കൊടുത്താൽ സൂപ്പർ. ഇതിനൊന്നും ഭയങ്കര പരിചരണമൊന്നും വേണ്ട. ഇനി അതിൽ ഒരു വാളും ചേർക്കൂല. ഈ വാഴത്തട തന്നെ മതി. ഞാൻ നനച്ചും കൊടുക്കും. നന വേണേ, നന നിർബന്ധ. ഇവിടെ മഴ കിട്ടിയിട്ട് എത്ര ആയിന്നറിയോ. എല്ലാ ഭാഗത്തും നടട്ടെ. എന്താ എല്ലാം പൂവിട, കുഞ്ഞി പൂവിടൂ. എന്നിട്ട് വെട്ടിക്കൊടുക്കണം. നമ്മൾ പ്രൂണിങ് ചെയ്താൽ മാത്രമേ ഇത് ചുറ്റും ആവുള്ളൂ. അല്ലെങ്കിൽ നീണ്ടങ്ങ് പോവുകയുള്ളൂ.
ഇതൊക്കെ എനിക്ക് വെട്ടിക്കൊടുക്കാൻ തോന്നുന്നില്ല കേട്ടോ. ഒന്നും കൂടി നടട്ടെ, ഇവിടെ 2 നിന്നോട്ടെ. ദാ 2 നിൽക്കട്ടെ. ഇനി ഓരോ പീസ് ഇങ്ങനെ നടും. ഇഷ്ടം പോലെ തയ്യും ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ അതൊക്കെ പീസാക്കി നടുക. കണ്ടോ, ഇത് ഇങ്ങനെ നട്ടു കൊടുക്കുക അതിൻ്റെ ഉള്ളിലൊക്കെ. ഇതാണ് വെർട്ടിക്കൽ. അവയെ പോകുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നേരെ ആയിക്കോളൂ. ഇപ്പം അങ്ങനെ നിന്ന് വിചാരിച്ചിട്ടൊന്നും സങ്കടപ്പെടണ്ട. ഇതെല്ലാം ഇനി അവിടെ നടാണ്ടോ? 4 നട്ടുള്ളൂ അല്ലേ. ഞാൻ ആദ്യം ചീര നട്ടത് ഇതിൽ പ്ലാസ്റ്റിക് ഉള്ളിൽ വിരിച്ചിട്ടേനി. പിന്നെ എനിക്ക് മനസ്സിലായി പ്ലാസ്റ്റിക് ഒന്നും വിരിക്കണ്ട, അല്ലാണ്ട് തന്നെ അതൊക്കെ പരീക്ഷണല്ലേ നമ്മളെ. ഇനി ഇവിടെ നമുക്കാവുന്നു എത്ര കൊള്ളിക്കാൻ കഴിയുന്ന വെച്ചാൽ അത്രയും കൊള്ളിക്കാം. കാരണം എന്താ പറഞ്ഞാൽ ഇതിന് അതിന് മാത്രമുള്ള സ്ഥലമുണ്ട്. സ്ഥലം മാത്രമല്ല, പിന്നെ മേലോട്ടാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മേലോട്ട് കുത്തി കൊടുത്താൽ ഇങ്ങനെ നിൽക്കും. മലന്ന് നിൽക്കുക അറിയില്ല, അങ്ങനെ ഇത് നിൽക്കുക. ഞാൻ കാണിച്ചു തരാം എൻ്റെ ചെടി. ഒന്ന് ഉള്ളിലേക്ക് അങ്ങ് പോയി കിട്ടിയാൽ മതി. ഇതെന്ത് കളിച്ചാലും ഇത് മുളക്കും. അതുകൊണ്ട് മുളക്കോ പേടിച്ചോണ്ട് നടിയൊന്നും വേണ്ട. വാഴത്തട ഇട്ടത് കൊണ്ട് മണ്ണ് അങ്ങനെ അങ്ങോട്ട് പോരൂല. ഞാൻ ഫുള്ള് നട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ അങ്ങ് നീണ്ടു പോകും. ഞാനിതിൽ ഫുള്ള് നട്ടിട്ട് കേട്ടോ. പിന്നെ ഈ മേരിഗോൾഡിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ മേരിഗോൾഡ് നമുക്ക് തണ്ട് പൊട്ടിച്ച് നടാം. അത് ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ. ഇവിടെ വരുന്നവർ പിന്നെ ഈ പൂക്കൾ ഇങ്ങനെ ഭംഗി കണ്ടിട്ട് വണ്ടി നിർത്തിയിട്ട് എന്നോട് ചോദിക്കൂ ഇതിൻ്റെ വിത്ത് തരുമോ. അപ്പം ഞാൻ അവരോട് പറയൂ, നിങ്ങൾക്ക് എന്തിനാ വിത്ത് വാങ്ങിപ്പോകുന്നത്, നിങ്ങൾക്ക് തണ്ട് കൊണ്ടുപോയിക്കോളി, തണ്ട് മുളക്കും. അപ്പോൾ തണ്ട് മുളക്കുമോ? ഞാൻ പറയും ഞാൻ തണ്ട് മുളപ്പിച്ചതാ കാണുന്നതൊക്കെ എന്നുള്ളത്. ഇപ്പം തണ്ട് ആയാലും വേറെയും ഗുണമുണ്ട്, പെട്ടെന്ന് പൂവിടും. തണ്ടാണെങ്കിൽ ഇത് വേഗം വളരും. പിന്നെ വിത്താണെങ്കിൽ എന്താണെന്ന സ്ഥിതി അറിയോ? വിത്ത് മുളച്ച് ആളായി വരണ്ടേ. ഇതിനൊന്നും വേണ്ട. ഇത് ഇനി അങ്ങ് തുടങ്ങുക. ആളായി കഴിഞ്ഞു. നിറച്ചുണ്ടാക്കിയാലേ നമുക്ക് ഈ നെറ്റൊന്നും നമ്മളിനി കാണൂല. ഇതൊന്നും കാണൂല. പൂക്കൾ കൊണ്ട് നിറയും. എന്താ ഇപ്പം ഇനി ഒരു പേര് പറയുക ഇത്രയും വലുതുണ്ടാകുകയാണെങ്കിൽ? മറ്റേ പൂ ബോളേനു, ഇതിപ്പോൾ പൂ ബോളല്ല, ഇതിപ്പോൾ വലുപ്പാ. നിൻ്റെ പേര് എന്തായി മാറുന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. എന്താ എവിടുന്ന് തുടങ്ങും പൂവിടലെന്നറിയോ? ഞാൻ ഇപ്പം ഈ ചുറ്റും നട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് താഴെ ഇറങ്ങും, ഇങ്ങനെ മലന്ന് ഇങ്ങോട്ട് ഇറങ്ങും. പിന്നെ ഇതും ഇങ്ങനെ മാറും, ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാവും. അപ്പം അതിനെന്ത് പേര് വരുന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ. പൂവിനുണ്ട് എന്താണ് ഇത് വരിക എന്നുള്ളത്. ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂട്ടോ. കാണിച്ചാൽ എൻ്റെ ഗുണം എന്താ അറിയാം? നിങ്ങൾക്ക് നടാനുള്ളൊരു പ്രചോദനമാവും. ഉണ്ടായല്ലോ എന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ഞാനെല്ലാം കാണിക്കുന്നുണ്ട്. എൻ്റെ ചീര ഞാൻ കാണിക്കുന്നുണ്ട് എന്തായാലും. അത് റോക്കറ്റ് തന്നെ എന്നെ കളിയാക്കലില്ല കുറേ പേര്. ആ റോക്കറ്റ് ഞാൻ കാണിച്ചു തരാം, റോക്കറ്റ് സ്പീഡ്. ഇത് നിറച്ച് വിത്താൻ പ്രിയപ്പെട്ടവർക്ക് കുറേ പേർക്ക് ഇത് കിട്ടിയാൽ എന്തോരം നോക്കിയതും ഉണ്ടാക്കിയതും ഇല്ലേ. എന്ത് ചെയ്യാനാ, ഞാനിങ്ങ് ദൂരമായിപ്പോയില്ലേ. വയനാടിൻ്റെ ഒരു അതിർത്തികൾ, മാനന്തവാടി ഭാഗം. ഇവിടെയൊക്കെ അങ്ങ് ഇട്ടാലേ ഒന്നും കളയുന്നില്ല, എല്ലാം ഞാൻ കുത്തി കൊള്ളിക്കുക. കുറേ വിത്തും അങ്ങ് ഇട്ട് കൊടുത്തു. തയ്യായി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇങ്ങനെ പൂമ്പോളൊക്കെ ഉണ്ടാക്കാമല്ലോ. എങ്ങനെയുണ്ട് ഉണ്ടാക്കിയത്? എങ്ങനെയുണ്ട്? കുറച്ചും കൂടി വെള്ളം ഒഴിച്ചോട്ടെ, വെള്ളം തീർന്നോട്ടെ. വെള്ളം ഈ വേനൽക്കാലത്ത് നമ്മൾ ചെടികൾക്ക് കൂടുതൽ കൊടുക്കേണ്ട വളമല്ല, വെള്ളം തന്നെ ഇവർക്ക് വേണ്ടത്. വാട്ടം വരരുത്. വാട്ടം വന്നാൽ പോയി, പിന്നെ വേഗം കരിഞ്ഞു. ജയന്തി നമുക്ക് അതിൽ കുറച്ച് കരിയിലയും നനവും ഒക്കെ ഇട്ട് കൊടുക്കിട്ടോ. എന്നിട്ട് സ്പോഞ്ച് പോലെ അതിൻ്റെ ഉള്ളിൽ നിൽക്കട്ടെ. എന്നാൽ എൻ്റെ പോലെ റോക്കറ്റ് സ്പീഡിൽ വളരും. നോക്കിക്കോ, ഇങ്ങനെ ഞങ്ങൾ ഇതുപോലെ ഞാൻ ചെയ്യും പോലെ ചെയ്താൽ മതി. എൻ്റെ പൂവുകളൊക്കെ ഞാൻ ഉണ്ടായി വരുന്ന പൂ കാണിച്ചു തരാം കേട്ടോ. അതും കാണിച്ചു തരാം ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ. എങ്ങനെയുണ്ട്? ഇതാ പൂപോള്.
ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അലങ്കോലം ഒരു കാണാൻ ഭംഗി ഒന്നും ഇതില്ല, ഉണ്ടാവില്ല, എനിക്കറിയാത്. ഇത് ഇനി ഒരാഴ്ച കഴിയട്ടെ, ഇതെല്ലാം ഇങ്ങനെ ആളായി ജീവൻ വെച്ചിട്ട് മിടുമിടുക്കന്മാരായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കുഞ്ഞു ബാവനെ കാണാൻ പോയ വീഡിയോ ഒക്കെ കണ്ടില്ലേ? ബാവനെ കാണിക്കാത്തതിന് കുറേ പേർക്ക് സങ്കടം ഉണ്ടാവും. എത്രയോ പേര് ചോദിച്ചതാ. ഞാൻ കാണിക്കുന്നുണ്ട്, മോനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ സമയം ഉണ്ടാവുമല്ലോ, അപ്പം ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുഞ്ഞു ബാവയാ, അതുകൊണ്ടാ. അപ്പോൾ അതാ എൻ്റെ നെറ്റും വാഴത്തടിയും കൊണ്ടുണ്ടായ ഇതാ അടിപൊളിയായിട്ട്. ഇനി വരും ഞാൻ പറഞ്ഞല്ലേ റോക്കറ്റ് സ്പീഡിൽ വളർന്ന ചീരയും പിന്നെ പൂബോൾ ഉണ്ടാക്കിയിട്ടിരുന്നോ 10 മണി കൊണ്ട്, അതും കാണിച്ചു തരാം. ഞാൻ വെർട്ടിക്കലായിട്ട് വാഴത്തടയിൽ നട്ട ചീര നോക്ക്, നടുക്ക് ചുവന്ന ചീര, സൈഡിൽ മുഴുവനും പച്ച ചീര കണ്ടുണ്ടായത്. നമ്മളിങ്ങനെ ഒന്ന് കുനിഞ്ഞിട്ട് ഇങ്ങനെ പറിക്കുമ്പോൾ ഒരു തോരനുള്ളിൽ കിട്ടും, വേറെ എവിടെയും പോകണ്ട. സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇതാ നമുക്ക് എങ്ങനെയുണ്ട് എൻ്റെ വെർട്ടിക്കൽ ചീര? റോക്കറ്റ് സ്പീഡല്ലേ? ഒന്ന് പറയണേ, ഇത് എങ്ങനത്തെ സ്പീഡാണ് അതെന്നുള്ളത്. ഇപ്പം അടുത്തല്ലേ ഞാൻ നട്ട്. ഇത് പൊട്ടിച്ചു കൊടുത്താൽ ഇനിയും ചാകണ്ട, എനിക്ക് പൊട്ടിക്കാൻ തോന്നുന്നില്ല. എനിക്കിതിങ്ങനെ കണ്ടിക്കണോ ഇന്നു രാവിലെ ഈ ഉണ്ടായിരുന്നൊക്കെ എന്ത് ഉഷാറാ ചുറ്റും. ഇതെൻ്റെ വെർട്ടിക്കൽ ചീര. അപ്പോൾ എൻ്റെ വെർട്ടിക്കൽ മേരി ഗോൾഡ് നട്ടുണ്ടാക്കിയത് കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിറയെ പൂവുണ്ട്, പൂ കുറച്ച് ഞാൻ കട്ട് ചെയ്യൂ, എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഇങ്ങനെ നിറയെ തിക്കാക്കി മാറ്റും, അപ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.